ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഷോർട്സിലല്ല ലോങ് ആയിട്ട് എടുക്കുന്നത്. കാരണം ഇത് സ്പെഷ്യലാണ്. എൻ്റെ നെയ്ബേഴ്സ് എനിക്ക് പറഞ്ഞ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കപ്സ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഈ അറബിക് മസാലയും ഉണക്കനാരങ്ങയാണ്. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, കേരള ഹൗസ് ഹോൾഡിൽ. അപ്പം ഒരു സവാള ചോപ്പ് ചെയ്യണം. പിന്നെ 2 പച്ചമുളക് മതി. ഇതിലിപ്പോൾ എരിവ് കുറവുള്ള ടൈപ്പ് ഉള്ളതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും വളരെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ലോങ് ബസുമതി റൈസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അത് ഞാൻ 3-4 പ്രാവശ്യം നന്നായി വാഷ് ചെയ്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ചിക്കൻ ഞാൻ 4 കട്ട് ചെയ്തിട്ടുള്ളത്, ഹോൾ ചിക്കൻ. ഇനി ഒരു വലിയ ബിരിയാണി പോട്ട് എടുത്തിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അതിലേക്ക് ചോപ്പ് ചെയ്ത് ഓണിയനിട്ട് ഒന്ന് സോട്ടേ ചെയ്യണം. ഈ സമയത്താണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടേണ്ടത്. ഈ ചിക്കൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ പിങ്ക് ഷെയ്ഡൊന്ന് മാറണം ഫ്ലഷിൻ്റെ. ആ സമയത്താണ് ചോപ്പ് ചെയ്ത ഗാർലിക്കും ഗ്രീൻ ചില്ലി ഇടുക. അതൊന്ന് സോട്ടേ ചെയ്യുക. അതൊന്ന് ചൂടായി അതിൻ്റെ സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഇട്ട് ഒന്ന് സോട്ടേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് മതി കേട്ടോ, ഒത്തിരി വേണ്ട. ഇതിന് ശേഷമാണ് ആ കുഞ്ഞു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇടുന്നത്. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഒരു ഉണക്കനാരങ്ങ ഞാൻ ഒന്ന് ചതച്ചിട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ കപ്സ മസാല ഞാൻ ഇട്ടു കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ആ പച്ചമണം മുഴുവൻ മാറണം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക്, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നല്ല സൂക്ഷിച്ച് വേണം ഇടാൻ. ഇതെല്ലാം ഇട്ട് നന്നായി സ്റ്റിർ ചെയ്ത് ആ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേനും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ വെള്ളം ഒഴിക്കുക. ആ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ചിക്കൻ പീസസ് മാറ്റാം. അത് ഞാൻ എയർ ഫ്രയറിലാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ സ്കിന്നൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് കിട്ടാൻ. എയർ ഫ്രയർ വേണമെന്നില്ല, ഓവനുള്ളവർക്ക് അതിലിടാം. അല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് അരിയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള അരി, 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചിക്കൻ സ്റ്റോക്കിലേക്ക് ഇട്ട് ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാൻ. 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ്സാണ് ഞാൻ ചിക്കൻ വെച്ചത്. അപ്പോൾ അത് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മുടെ റൈസും നന്നായിട്ട് കുക്കായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിക്കാടും. ആ ചിക്കൻ വെച്ചതിന് ശേഷം എയർ ഫ്രയറിൽ ആ ചിക്കൻ്റെ ജ്യൂസസ് ഉണ്ടാവും. അതും കൂടെ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ വരും. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഡക്കൂസ് എന്ന് പറയുന്ന ആ ടൊമാറ്റോയും കൊറിയാൻഡറും ഗാർലിക്കും ഒനിയനും കൂടെയൊക്കെയുള്ള ഒരു ചമ്മന്തിയാണ്. കാണുന്ന ഭംഗി പോലെ തന്നെയായിരുന്നു മണവും രുചിയും. വെറൈറ്റി റൈസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.